നമസ്കാരം. ഏവരുടെയും ജീവിതത്തിൽ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ആ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതായ കാര്യമാകുന്നു. ഇത് മുൻകൂട്ടി മനസ്സിലാക്കുക പലർക്കും പ്രയാസമേറിയ കാര്യവുമാകുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ, ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാകുന്നു. അതിൽ ആദ്യത്തേത് മഞ്ഞളും രണ്ടാമത്തേത് കുങ്കുമവുമാകുന്നു. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ മഞ്ഞളാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശരിയായ പാതയിലൂടെ അഥവാ ശരിയായ ദിശയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. ഒരു പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികൾ അവരുടെ സഹായത്താലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അഥവാ അത്തരം വ്യക്തികളുടെ സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. ചില വഴികൾ അവരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് തുറന്ന് ലഭിക്കും എന്ന കാര്യം ഓർക്കുക. അവരാൽ പെട്ടെന്ന് തന്നെ ആഗ്രഹം നടക്കാനുള്ള ആ വേഗത വർദ്ധിക്കുന്നതാകുന്നു. അല്ലെങ്കിൽ സ്വയം ഇവരുടെ സഹായത്താൽ ചില ചിന്തകളാൽ നിങ്ങൾക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട് വളരെയേറെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് വേഗത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സ്വയം സാധിക്കുന്നതുമാണ്. ഒരു കാര്യവും ചിന്തിക്കാതെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. എന്നാൽ വളരെയധികം ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുവാനുള്ള അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. എന്നാൽ പോസിറ്റീവായ ചിന്താഗതി അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ ഇറങ്ങി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാത്രമാണ് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. പോസിറ്റീവായി ചിന്തിച്ചാൽ പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ, പോസിറ്റീവായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ആഗ്രഹവുമായി ബന്ധപ്പെട്ട് പലവിധ അനുകൂലമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ്. നെഗറ്റീവായി ചിന്തിക്കുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കുറയും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ പോസിറ്റീവായ ചിന്താഗതി വളർത്തിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സ്വന്തമായി ഈ പ്രവണത നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് നെഗറ്റീവായ ചിന്തകൾ കൂടുതലായി മനസ്സിലേക്ക് വരുന്നതായ ആ പ്രവണതകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പോസിറ്റീവായ ചിന്താഗതിയാക്കി മാറ്റുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ അല്ലെങ്കിൽ അനുകൂലമായി തന്നെ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അത് ഭാവിയിലാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പെട്ടെന്ന് സംഭവിച്ചില്ല എങ്കിൽ പോലും അല്പം കാത്തിരുന്നാലും ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. നല്ല ബന്ധങ്ങൾ, വളരെയധികം സഹായം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാവുന്ന ബന്ധങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ പ്രീതിയും വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു. അതിനാൽ തന്നെ തടസ്സങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കാരണം തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് തരണം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ഇവയെല്ലാം ഈശ്വരാധീനത്താൽ, അതായത് വന്നു ചേരുന്നതായ പലവിധ പ്രശ്നങ്ങൾ, കാര്യതടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈശ്വരാധീനം ഉള്ളവരായതിനാൽ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും.
ഒരു പരിധിവരെ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഠിനാധ്വാനത്തിന്റെ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് നിങ്ങൾക്കുള്ളത്. അനീതി ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോവുക തന്നെ ചെയ്യും. അനുകൂലമായ കാര്യങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും തീർച്ചയായും നിങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ആഗ്രഹത്തിനായി ശരിയായ രീതിയിൽ ശ്രമിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. രണ്ടാമത്തെ ചിത്രമായ കുങ്കുമമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും മുൻകരുതലുകൾ നിങ്ങൾക്ക് അനിവാര്യമാകുന്നു. ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ പോലും തിരിച്ചടികളാൽ പുറകിലേക്ക് പോരേണ്ടതായ അവസ്ഥയാണ് വന്നു ചേരുക. അതിനാൽ ഏത് കാര്യമാണ് എങ്കിലും അത് ശ്രദ്ധയോടെ തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈശ്വരാധീനത്താൽ വലിയ കുഴപ്പങ്ങൾ വരാതിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ചില സമയത്ത് നിങ്ങൾക്ക് തന്നെ ചില തെറ്റിദ്ധാരണകളാൽ ഇത്തരം അവസരങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. എന്നാൽ അല്പം കൂടി കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൃത്യത പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അത് ചിന്തകളിലും പ്രവൃത്തിയിലും കൃത്യത പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇല്ലെങ്കിൽ തകർച്ചയാണ്. അത് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലാതെ പോലും മറ്റു കാര്യങ്ങളിലും തകർച്ചകൾ നേരിടേണ്ടതായി വരാം. എന്ത് കാര്യവും നീട്ടിവെക്കാതെ പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നേരിട്ടതായ ദുരനുഭവങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ, അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ളതായ ആ തിരിച്ചടികളെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് തന്നെ പോവുക. പോസിറ്റീവായ ചിന്താഗതി നിങ്ങൾ വളർത്തിയെടുക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് പോസിറ്റീവായ ചിന്താഗതി വന്നു ചേരുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. അഥവാ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യം വന്നു ചേരും. എന്നാൽ ആധ്യാത്മികമായ കാര്യങ്ങളിൽ അല്പം കൂടി സമയം ചെലവഴിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആധ്യാത്മിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ പലപ്പോഴും ചില മാറ്റങ്ങൾ, ആവശ്യമില്ലാത്തതായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആഗ്രഹങ്ങൾ നീണ്ടു പോകുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. മാറ്റങ്ങൾ ജീവിതത്തിൽ വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇപ്പോൾ ആഗ്രഹം നടന്നില്ല എങ്കിൽ പോലും ഭാവിയിലാണ് എങ്കിലും, അല്ലെങ്കിൽ അല്പം കാത്തിരിക്കുന്നതിലൂടെ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. സ്വന്തം കഴിവിനാൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. അത് ആഗ്രഹവുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാകുന്നു. അഥവാ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ അല്പം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് ആ കാര്യത്തിലേക്ക് ഇറങ്ങുവാൻ, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. പ്രത്യേകിച്ചും ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്മൂലം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. വിജയം മെല്ലെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. എന്നാൽ താഴ്ച പെട്ടെന്ന് തന്നെ വന്നു ചേരും. എന്നാൽ വിജയം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ തളരാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അല്പം ശ്രദ്ധയോടെ തന്നെ ഉപയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അത് തിരിച്ചടികൾക്ക് കാരണമായി തീരും. ഈ സമയം തീർച്ചയായും പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു.
ഭാവി സുരക്ഷിതമാക്കുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. നല്ല ബന്ധങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. സുഹൃത്തുക്കളുടെ സഹായത്താലും ചില അനുകൂലമായ കാര്യങ്ങൾ, പിന്തുണ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക.